ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായ ഒരു വാർത്ത വന്നിരുന്നത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി അഷ്റഫിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള ഹോസ്റ്റലിൽ താമസിച്ച പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. 10 ദിവസം മുൻപാണ് അഷ്റഫിന്റെ വീട്ടിൽ താമസം തുടങ്ങിയതെന്ന് വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ പറയുന്നു. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദാംശങ്ങൾ? ജിൽസി, വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പാലക്കാട് നടന്നിട്ടുണ്ടായിരുന്നത്. തൻ്റെ ഹോസ്റ്റലിൽ 10 ദിവസം മുൻപ് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ വന്ന പെൺകുട്ടിയാണ് ഈ അഷ്റഫ പീഡിപ്പിച്ചത്. ആദ്യം ഈ പെൺകുട്ടിയോട് പോയി മോശമായി സംസാരിക്കുകയും അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ഈ പെൺകുട്ടി സുഹൃത്തുക്കൾക്ക് അയച്ച ലൈവ് ലൊക്കേഷൻ അനുസരിച്ച് ഈ സുഹൃത്തുക്കൾ എത്തുകയും ഈ പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും പിടികൂടിയ അഷ്റഫിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇയാൾ ഒരു ഹോസ്റ്റൽ നടത്തുകയാണ്, അവിടെ നിരവധി കുട്ടികളുണ്ട്. അപ്പോൾ സമാനമായ അനുഭവം ഇയാളുടെ ഭാഗത്തു നിന്നും മറ്റു കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള അന്വേഷണങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രധാനമായും നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാളും തന്നെ പിടികൂടിയ വിദ്യാർത്ഥികൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 9 വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം.